അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചു മന്ത്രി വി.എൻ. വാസവൻ. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ല, ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത്. അടൂർ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കിയെന്നും മന്ത്രി ആരോപിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് സർക്കാരിനെതിരെ വിമർശനവും ആക്രമണമായി കാണേണ്ടതില്ല. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, മന്ത്രിയുടെ ന്യായവാദം എന്താണ്? മന്ത്രി പറയുന്നത് അടൂർ മഹാനായ ചലച്ചിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് നല്ലതാവണം, എല്ലാം നല്ലതാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അടൂർ അത്തരത്തിൽ പറഞ്ഞത്. അടൂർ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വിവാദമാക്കുകയാണ് ചിലരൊക്കെ ചെയ്യുന്നത്. ശ്രദ്ധ വേണമെന്നാണ് അടൂർ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം. അത് സൂചിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, സർക്കാർ സ്ത്രീകൾക്കും SC വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെയാണെന്നും ആ മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അടൂരിനെ തള്ളാനോ അടൂരിന്റെ പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ ശരിയല്ലെന്ന് തിരുത്താനോ മന്ത്രി തയ്യാറാവുന്നില്ല. അദ്ദേഹം മറ്റ് ആളുകൾക്കൊപ്പം തന്നെ, അതായത് മറ്റു ചില മന്ത്രിമാരും ഇത്തരത്തിൽ അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. പോലുള്ള ആളുകൾ അവർക്കെതിരായ നിലപാട് എടുക്കുമ്പോഴും അടൂരിനെ ന്യായീകരിക്കുന്നവരുടെ ഒപ്പമാണ് മന്ത്രി വാസവൻ. ശരി, മന്ത്രി വി.എൻ. വാസവൻ അടൂർ ഗോപാലകൃഷ്ണനെയും മഹാൻ എന്ന് വിളിച്ചിരിക്കുകയാണ്.